മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് പുത്തൻ പണം ദ ന്യൂ ഇന്ത്യൻ റുപ്പി. 2016 നവംബർ 8 പ്രധാനമന്ത്രി നിലവിലുള്ള 1000-ന്റെയും 500-ന്റെയും നോട്ട് നിരോധിച്ച സംഭവത്തെ അടിസ്ഥാനമാക്കി വന്നിരിക്കുന്ന ചിത്രം കാസർഗോഡുകാരൻ നിത്യാനന്ദ ഷെണയുടെ ജീവിതയാത്രയിലൂടെ പോകുന്നു. കഥ പ്രധാനമായി നടക്കുന്നത് കൊച്ചിയിലാണ്. പഴയ നോട്ടുകൾ അസാധുവായ ശേഷമുള്ള കള്ളനോട്ടുകൾ വെളുപ്പിക്കാനുള്ള പരക്കം പാച്ചിലും കയ്യിലുള്ള കാശ് എന്ത് ചെയ്യും എന്നറിയാനുള്ള ഓട്ടവുമൊക്കെ കഥ പറയുന്നിടത്തു നിന്നും നിത്യാനന്ദ ഷെണയും സംഘവും ഒരു അപകടത്തിൽപ്പെടുന്നു. അതിനെ അതിജീവിക്കാനുള്ള ഓട്ടമാണ് പുത്തൻ പണം പറയുന്നത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ സംഗീതം ഷാൻ റഹ്മാനും പശ്ചാത്തല സംഗീതം അച്ചു രാജാമണിയുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഓം പ്രകാശ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൻ്റെ തിരക്കഥയിൽ യുവ എഴുത്തുകാരൻ ഷാജികുമാറും രഞ്ജിത്തിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ മമ്മൂട്ടി കാസർഗോഡൻ ഭാഷയിൽ വരുന്നു എന്ന് തന്നെയാണ് പുത്തൻ പണത്തെ ആകർഷകമാക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളേറെയും കാസർഗോഡൻ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. മമ്മൂട്ടിയെ കൂടാതെ സിദ്ദിഖ്, സായികുമാർ, ഇനിയ, മാമുക്കോയ, ഹരീഷ്, ഇന്ദ്രൻസ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത്. ഇനിയയുടെ മകനെ അവതരിപ്പിച്ച കുട്ടി നന്നായി ചെയ്തെങ്കിലും കഥാപാത്രം അത്ര കൺവിൻസിംഗ് ആയില്ല എന്നാണ് പ്രശ്നം. ബൈജുവിൻ്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ശരാശരി നിലവാരം മാത്രമാണ് പുലർത്തിയത്. അതിജീവനത്തിൻ്റെ യാത്രയിൽ പെട്ടുപോകുന്ന കുടുക്കുകളൊക്കെ നിറഞ്ഞ ആദ്യ പകുതി രസകരമായി നീങ്ങിയപ്പോൾ രണ്ടാം പകുതി മുൻ രഞ്ജിത്ത് ചിത്രങ്ങളുടെ മാതൃക നന്നായി തന്നെ പിന്തുടരുന്നുണ്ട്. നോട്ട് നിരോധനം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അത്യാവശ്യം പറയുന്നുണ്ടെങ്കിലും അത് അധികം ബാധിക്കുന്നത് പണക്കാരെയാണെന്നുള്ളതും അവരിൽ ഒരാളായ നിത്യാനന്ദ ഷെണയിലേക്കും കഥ പോകുന്നു. കാസർഗോഡൻ ഭാഷ സമ്മാനിക്കുന്ന തമാശകൾ സിനിമയിൽ ഏറെയുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയായിട്ട് തന്നെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും. രണ്ടാം പകുതിയിലെ ലോജിക്കില്ലായ്മയാണ് പ്രേക്ഷകരെ കുറേയൊക്കെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തുന്നത്. വളരെ സീരിയസ് ആയ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റി കഥ വികസിക്കുമ്പോൾ തന്നെ ഇതൊന്നും അറിയാതെ വളരെ കൂളായി നിൽക്കുന്ന കഥാപാത്രങ്ങൾ കഥയുടെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് ലോജിക്കില്ലായ്മ. കള്ളം കടന്ന കഥ പറഞ്ഞ് രഞ്ജിത്തിൻ്റെ തന്നെ ലോഹം തീർത്ത സ്പേസിലേക്ക് നോട്ട് നിരോധനവും കാസർഗോഡൻ ഭാഷയെ കൂട്ടുപിടിച്ച് നിത്യാനന്ദ ഷെണയും കൊണ്ടുവന്നു എന്നത് മാത്രമാണ് രഞ്ജിത്ത് ചെയ്തത്. വൻ താരനിരയുണ്ടായിട്ടും ശക്തമായൊരു തിരക്കഥയില്ലാതെ പോയതും അവതരണത്തിൽ പാളിപ്പോയ ചടുലതയും സിനിമയ്ക്ക് വിനയാവുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം മാജിക്കിന് സിനിമ കാണാം. കാസർഗോട്ടെ കുറേ ആൾക്കാരുടെ നല്ല വർത്തമാനം കേൾക്കാനും. കാലിക പ്രസക്തമായൊരു വിഷയം തന്നെയാണ് സിനിമ പറയുന്നതെങ്കിലും അതിൽ എത്രമാത്രം വിജയിച്ചു എന്നത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ. നിങ്ങൾക്കും ഈ ചിത്രത്തെ വിലയിരുത്താം. അതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സിനിബി. മൂവി ബൈറ്റിൻ്റെ സിനിമ റിവ്യൂകൾ നിങ്ങൾക്ക് സിനിബിയിലും കാണാം. സിനിബിയിൽ ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 65. കൂടുതൽ വീഡിയോസിനായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വിഷുക്കാലം, വെക്കേഷൻ കാലമാണ്. ഏപ്രിൽ 15 സിദ്ധാർത്ഥ് ശിവ നെയ്യുംബോളി ടീമിൻ്റെ സഖാവ് റിലീസ് ചെയ്യാണ്. സഖാവിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.